ഇന്ന് നമ്മളൊരു ചൈനീസ് ഐറ്റമായിട്ടാണ് കേട്ടോ വന്നത്. ഫ്രൈഡ് റൈസ്. വെജിറ്റബിൾസൊക്കെ ഉപ്പേരിയാക്കി കഴിക്കാൻ മടിയുള്ള മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവരെന്തായാലും കഴിച്ചോളൂ. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല ബസുമതി റൈസാണ് കേട്ടോ. അങ്ങനെ ലോങ് ആയിട്ടുള്ള അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതൊരു മണിക്കൂർ വെള്ളത്തിലേക്ക് സോക്ക് ചെയ്തതിനു ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അരി ഇതുപോലെ വെന്ത് വരണം. ഒരു 90% വെന്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ റൈസ് ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കന്, മാഗി ക്യൂബ്, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചില ആളുകൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് കാണാം. അതിനേക്കാൾ ടേസ്റ്റ് വന്നത് ഇങ്ങനെ വേവിച്ചിടുമ്പോഴാണ് കേട്ടോ. കാരണം അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടെ റൈസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. മുട്ടയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഉപ്പേരിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസോ നമ്മൾ ഏത് ചൈനീസ് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഈ എള്ളെണ്ണയില്ലേ അതിലേതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. മുട്ട ഉപ്പേരിയാക്കിയിട്ടുള്ള അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ആണ് കേട്ടോ ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിത്തണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ നാട്ടിൽ അവൈലബിൾ ആവണമെന്നില്ല. അതില്ലാന്നുണ്ടെങ്കിൽ സവാള ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗാർലിക്കിൻ്റെ ബാക്കിൽ തന്നെ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള സ്റ്റോക്ക് വാട്ടർ ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഒരു സമയത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും നമ്മൾ ഉപ്പേരിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ പാത്രത്തിലാണ് കേട്ടോ റൈസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിലെ ലെയറാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, പിന്നെയും കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസും വെജിറ്റബിൾസും കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അവസാനം റൈസിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്താൽ നമ്മൾ റൈസ് കുറച്ച് സോഫ്റ്റായിട്ട് വരും കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസും റൈസും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ അരി പൊട്ടാതെ ശ്രദ്ധിക്കണേ. നമ്മൾ ലോങ് ബസുമതി റൈസ് ആയ കാരണം ഇത് പെട്ടെന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊട്ടാണ്ട് ഇങ്ങനെ കൊട്ടിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. ഇതിന് കൂടെ കഴിക്കാൻ ഒന്നും വേണ്ട കേട്ടോ. ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഇതിനകത്ത് ആഡ് ആണല്ലോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.